മുട്ട കൊണ്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയൊരു കിടിലൻ കറിയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഈ റെസിപ്പി എന്ന് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം. ഞാനിപ്പം 5 മുട്ടയാണ് പുഴുങ്ങാനായിട്ട് ഇട്ടേക്കുന്നത്. മുട്ട പുഴുങ്ങാൻ നേരം എപ്പോഴും പരലുപ്പാണ് കേട്ടോ നല്ലത്. കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ അത് മുട്ടയിൽ പിടിക്കത്തുള്ളൂ. ആദ്യം നമ്മൾ സിമ്മാക്കി വെക്കണേ, കുറച്ച് കഴിഞ്ഞിട്ട് തീ കൂട്ടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് സവോള വേണം, 2 മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ഉരുളക്കിഴങ്ങും, വലുതായിരുന്നു കേട്ടോ, 3 പച്ചമുളകും, പിന്നെ കുറച്ച് മുരിങ്ങയ്ക്കയും ഇച്ചിരി മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനും. അപ്പോഴത്തേക്കും ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മലക്കറി കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതങ്ങ് തട്ടിക്കൊടുക്കാം. വെള്ളം തിളച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ അങ്ങ് വെന്ത് കിട്ടിക്കോളേ. ഓരോ കഷ്ണങ്ങളായിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാൻ. മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അരപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ജീരകമാണെങ്കിൽ അതെടുത്താലും മതി. അരമുറി തേങ്ങ തിരുമിയതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണേ. ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. എന്നാൽ തോരൻ്റെ നമ്മൾ ഈ അവിയലിനൊക്കെ അരയ്ക്കുന്നൊരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ അങ്ങ് അരച്ചെടുക്കണം. അപ്പോഴത്തേക്കതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നു. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ വറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് മുട്ടയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തോടൊക്കെ പൊളിച്ചിട്ട് ഇതുപോലെ 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. മുട്ട ഇങ്ങനെ കീറുമ്പോൾ ശ്രദ്ധിക്കണം, മഞ്ഞക്കറിയൊക്കെ അങ്ങനെ ഇളകിപ്പോകും, എന്നാലും കുഴപ്പമില്ല. അങ്ങനത്തെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നടുവിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് കൂട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ. ഇനിതേ നമ്മൾ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടയുടെ കഷ്ണങ്ങളില്ലേ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മുട്ട അവിയലാണ്, ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഇനി നമ്മൾ കറിവേപ്പില കുറച്ചൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വരത്തുള്ളൂ. ഇനി നമുക്ക് ഇത് ഇളക്കാൻ നേരം നല്ലോണം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ പൊടിഞ്ഞു പോവുകയും. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തവിയുടെ ആ ചുവട് ഭാഗമില്ലേ, തവിക്കണയില്ലേ, അതുകൊണ്ട് വേണം പതിയെ ഒന്ന് ഇളക്കിയെടുക്കാനേ. മുട്ട കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അതും പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതെല്ലാം കൂടി ശ്രദ്ധിച്ചിട്ട് വേണം പതിയെ ഒന്ന് ഇളക്കിയെടുക്കാൻ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരൊറ്റ കറി മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനേ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.